ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന സ്ലൈറ്റ്ലി ബെറ്റർ ഓപ്പണിംഗ് ആണ്. അതിനുശേഷം വീണ്ടും വൊളാറ്റിലിറ്റി ഒക്കെ എക്സ്പെക്റ്റ് ചെയ്യാം. ഏഷ്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഏഷ്യൻ മാർക്കറ്റുകളിൽ ചൈനീസ് മാർക്കറ്റുകൾ സ്ലൈറ്റ്ലി വൊളാറ്റൈലാണ് ഇന്ന്. പക്ഷേ മറ്റെല്ലാ മാർക്കറ്റുകളും സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അമേരിക്കൻ മാർക്കറ്റുകൾ ഇന്നലെ ഓൾമോസ്റ്റ് ക്ലോസിംഗ് ആണ്. നാസ്ഡാക്ക് അതുപോലെ തന്നെ S&P 500 ഒക്കെ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. എൻവിഡിയ ഇന്നലെ വീണ്ടും താഴെ പോയിരിക്കുകയാണ്. എൻവിഡിയയുടെ മാർക്കറ്റ് ക്യാപ്പ് ഇപ്പോൾ $3.43 ട്രില്യൺ ആണ്. അതോടൊപ്പം ആപ്പിളിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് ഇപ്പോൾ ഉയർന്നിരിക്കുകയാണ്, $3.45 ട്രില്യൺ ആണ്. അപ്പോൾ ആപ്പിൾ വീണ്ടും വേൾഡിലത്തെ മോസ്റ്റ് വാല്യുബിൾ കമ്പനി ആയിട്ട് മാറിയിരിക്കുകയാണ്. എൻവിഡിയയുടെ പുതിയ AI ചിപ്പ് ബ്ലാക്ക്വെല്ല് ഓവർ ഹീറ്റിംഗ് ഉണ്ടാക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് എൻവിഡിയയുടെ സ്റ്റോക്ക് പ്രൈസിൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. നാളെയാണ് എൻവിഡിയയുടെ Q3 റിസൾട്ടും ഗൈഡൻസ് ആയിരിക്കും എൻവിഡിയയുടെ സ്റ്റോക്ക് പ്രൈസിനെ ഇമ്പാക്റ്റ് ചെയ്യാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ യൂറോപ്യൻ മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ മിക്സഡ് ക്ലോസിംഗ് ആയിരുന്നു ഇന്നലെ. ഏഷ്യൻ മാർക്കറ്റുകൾ ഇന്നലെ വീക്ക് ക്ലോസിംഗ് ആയിരുന്നു. നമ്മളും ഇന്നലെ നല്ല വൊളാറ്റിലിറ്റിയാണ് കണ്ടത്. നിഫ്റ്റി ഒരു ഘട്ടത്തിൽ 23,350.4 വരെ താഴെ പോയിരുന്നു. അതിനുശേഷം റിക്കവറി ചെയ്യുന്നൊരു കാഴ്ചയാണ് കണ്ടത്. തീർച്ചയായിട്ടും ആ റിക്കവറി ഇന്ന് മോർണിംഗ് ലെവലിൽ കണ്ടിന്യൂ ചെയ്യാനാണ് ചാൻസസ് കൂടുതൽ. കമോഡിറ്റികൾ വീണ്ടും റിക്കവറി മോഡിലാണ്. പ്രത്യേകിച്ച് ഗോൾഡ് ഇന്ന് മോർണിംഗിൽ സ്പോട്ട് ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത് $2,624 പെർ ഔൺസിനാണ്. അതുപോലെ തന്നെ സിൽവർ $31.4 പെർ ഔൺസിനാണ് ട്രേഡ് ചെയ്യുന്നത്. ഒപ്പം കോപ്പർ ഒന്ന് മുന്നേറുകയാണ്. ബ്രന്റ് ക്രൂഡ് ഓയിലും ഇന്നലെ മുന്നേറിയിരിക്കുകയാണ്. $73.3 പെർ ബാരലിനാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. നോർവേയിലത്തെ പ്രൊഡക്ഷൻ കട്ട്, അതുപോലെ തന്നെ റഷ്യ ഉക്രൈൻ ഇഷ്യൂ വഷളാവോ എന്നുള്ളൊരു ഭീതി, ഇതൊക്കെയാണ് ബ്രന്റ് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് ഇൻക്രീസിന് കാരണം. ഇനി നമ്മളെ സംബന്ധിച്ച് ഡൊമസ്റ്റിക് ആയിട്ട് നോക്കുകയാണെങ്കിൽ NTPC ഗ്രീനിൻ്റെ IPO ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. വലിയ IPO ആണ്. അതുപോലെ തന്നെ ഇഷ്യൂവിന് ശേഷം ഇക്വിറ്റി ക്യാപിറ്റൽ നോക്കുകയാണെങ്കിൽ അറൗണ്ട് 8,500 കോടി ഇക്വിറ്റി ക്യാപിറ്റലുണ്ട്. 108 രൂപയാണ് അപ്പർ പ്രൈസ് ബാൻഡ് വെച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് ലോങ് റണ്ണിൽ ഇൻവെസ്റ്റേഴ്സിന് നല്ല റിട്ടേൺ കൊടുത്തേക്കാം. പക്ഷേ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളൊരു ഗെയിൻ വലിയ രീതിയിൽ കിട്ടാനുള്ള സാധ്യതകൾ കുറവാണ്. ഒരുപക്ഷെ 5-10% മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് ബുള്ളിഷ് ആണെങ്കിൽ കിട്ടും. അല്ലെങ്കിൽ ലോങ് റണ്ണിൽ ഇൻവെസ്റ്റേഴ്സിന് നല്ല റിട്ടേൺ കിട്ടാൻ സാധ്യതയുള്ളൊരു PSU സ്റ്റോക്കാണ് NTPC ഗ്രീൻ. ഈ IPOയിൽ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഗവൺമെൻറ് PSU കമ്പനികളുടെ അതുപോലെ തന്നെ NBSEകളുടെയൊക്കെ ബോണസ്, സ്റ്റോക്ക് സ്പ്ലിറ്റ്, ഡിവിഡൻഡ് നോംസൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ധാരാളം റിസർവുള്ള കമ്പനികൾ, അതുപോലെ തന്നെ വലിയ രീതിയിൽ അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള കമ്പനികളെ സംബന്ധിച്ച് അവരുടെ സ്റ്റോക്ക് പ്രൈസിലൊക്കെ ഒരു മുന്നേറ്റം കാണിക്കാനായിട്ട് ഈ ഡിസിഷൻസ് സാധ്യമാവുന്നുള്ള റിപ്പോർട്ടുകളാണ് കാണുന്നത്. ഒപ്പം മറ്റു ന്യൂസ് ഫ്ലോസൊക്കെ നോക്കുകയാണെങ്കിൽ സുസുക്കിയും ടാറ്റ എലക്സിയും തമ്മിലുള്ള ഒരു ജോയിൻറ്റ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ പൂനെയിൽ ഇനാഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പുതിയ വെഹിക്കിൾ മോഡൽസ് കണ്ടുപിടിക്കുന്നതിനുള്ള ഒരു വെഞ്ചറാണ്. തീർച്ചയായിട്ടും ടാറ്റ എലക്സിനെ സംബന്ധിച്ച് ഒരു പോസിറ്റീവ് ന്യൂസാണ്. ഈ രംഗത്ത് ഓട്ടോമൊബൈൽ ഡിസൈൻ രംഗത്ത് വളരെയധികം എക്സ്പെർട്ടൈസ് ഉള്ളൊരു കമ്പനിയാണ് ടാറ്റ എലക്സി. അതോടൊപ്പം തന്നെ റീസെൻ്റായിട്ട് NSE ആഡ് ചെയ്തിട്ടുള്ള F&O സ്റ്റോക്കുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള കമ്പനിയാണ്. അപ്പോൾ ലോങ് റണ്ണിൽ ടാറ്റ എലക്സി മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള ടെക്സ്റ്റൈൽ എക്സ്പോർട്സ് ഒക്ടോബർ മാസത്തിൽ 19.93% ഇൻക്രീസ് കാണിച്ചിട്ടുണ്ട്. അതിൽ അപ്പാരൽസ് ആണ് 35.06% ഇൻക്രീസ് കാണിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ബംഗ്ലാദേശ് ഇഫക്റ്റ്, അതുപോലെ തന്നെ ഇന്ത്യൻ ടെക്സ്റ്റൈൽ കമ്പനികളുടെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് ഒക്കെയാണ് ഇതിന് കാരണം. ഇത് കീറ്റെക്സ് പോലുള്ള ഓഹരികൾ മറ്റ് ടെക്സ്റ്റൈൽ എക്സ്പോർട്ട് രംഗത്തുള്ള കമ്പനികളെ സംബന്ധിച്ചൊക്കെ പോസിറ്റീവ് ന്യൂസാണ്. അപ്പോൾ പൊതുവേ ഇന്ന് നമ്മൾ ഓപ്പണിംഗ് ലെവലിൽ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻ്റ് ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം വൊളാറ്റിലിറ്റി ഒക്കെ കാണിച്ചേക്കാം. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. നാളെ നമ്മുടെ മാർക്കറ്റിന് ഹോളിഡേ ആണ്, മഹാരാഷ്ട്ര അസംബ്ലി ഇലക്ഷൻ പ്രമാണിച്ച്. അതുകൊണ്ട് തന്നെ വീക്കിലി എക്സ്പയറിയുള്ള നിഫ്റ്റി അതുപോലെ തന്നെ സെൻസെക്സ് കോൺട്രാക്റ്റുകൾക്കൊക്കെ ഒരു ദിവസത്തെ എക്സ്പയറി ഡേ വരുന്നുള്ളൂ. വ്യാഴാഴ്ച അതിനനുസരിച്ചുള്ള ഒരു റിസ്ക് ടേക്കിംഗ് ട്രേഡൊക്കെ ഓപ്ഷൻ സെഗ്മെൻറ്റിലൊക്കെ കണ്ടേക്കാം. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ IPOയിൽ അപ്ലൈ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർക്ക് NTPC ഗ്രീൻ IPO അപ്ലൈ ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ
മാർക്കറ്റ് ഈ കറണ്ട് ലെവലിൽ നിന്ന് താഴെ പോകുമ്പോൾ അറ്റ് എവരി ഫാളിൽ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ 4 ഘട്ടമായിട്ട് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ, അതുപോലെ തന്നെ F&Oയിലേക്ക് ആഡ് ചെയ്തിട്ടുള്ള 45 സ്റ്റോക്കുകളൊക്കെ ഘട്ടം ഘട്ടമായിട്ട് വാങ്ങാവുന്ന ഒരു ഡിസിഷൻ എടുക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ഡേ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.